വചനമൊഴി ജനുവരി 16. വചനഭാഗം 1 പത്രോസ് 5:5-9, മർക്കോസിന്റെ സുവിശേഷം 4:35-41. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അന്ന് സായാഹ്നമായപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ പറഞ്ഞുവിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വഞ്ചികളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈശോ മരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക ദൈവത്തിനാണ് ഈ പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യമുള്ളത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവനാണ് ദൈവം. ഈശോ മിശിഹ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട്, കാറ്റും കടലും ഈശോയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഈ സംഭവം വിവരിച്ചുകൊണ്ട് വിശുദ്ധ സുവിശേഷകൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, സകലത്തിന്റെയും സൃഷ്ടാവായ, സകലത്തിന്റെയും നാഥനായ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഈ വഞ്ചിയിൽ ഉള്ളത് എന്ന കാര്യമാണ്. ഈശോ, സർവശക്തനായ ദൈവം, മനുഷ്യനായി അവതരിച്ച് നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. അവൻ കൂടെയുള്ളപ്പോൾ, അവനിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലതപ്പെടേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഈശോ അപ്പമായി നമ്മിൽ വന്ന് വസിക്കുന്നു. വചനമായി ഈശോ നമ്മെ നയിക്കുന്നു. അപ്പവും വചനവുമായ, വചനവും അപ്പവുമായി നമ്മിൽ വസിക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന ഈശോയിൽ ആഴമായി വിശ്വസിച്ച് ആകുലതകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും കുടുംബജീവിതങ്ങളിലേക്കും സമൂഹത്തിലേക്കും പ്രാർത്ഥിക്കുവാൻ. കാരണം അവിടുന്നാണ് സകലത്തെയും നയിക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം. ആ ഈശോയിൽ ആഴമായി വിശ്വസിച്ച്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ച്, അവിടുത്തെ അനുഭവിച്ച് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.